യെസ്, കെ എം ഷാജിയാണ് അടുത്തതായി സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരം ഏറ്റെടുക്കാൻ പോകുന്നത്. ലീഗിന്റെ ഒരു തീപ്പൊരി നേതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന കെ എം ഷാജി ഇപ്പോൾ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരം ഏറ്റെടുക്കാൻ പോകുന്നു. യൂത്ത് ലീഗ് നേതാവായിട്ടൊക്കെ അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നു. കെ എം ഷാജിയാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരം ഏറ്റെടുക്കാൻ പോകുന്നത്. ഇത്തവണ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ച് കയറുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ഉയർന്നു വന്ന നേതാവാണ് കെ എം ഷാജി എന്ന് പറയുന്ന വ്യക്തിത്വം. നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷത്തിന്റെ മൂർച്ചയേറിയ ആയുധങ്ങളിൽ ഒന്നായിരുന്നു കഴിഞ്ഞ തവണയൊക്കെ കെ എം ഷാജി. അദ്ദേഹം സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരം ഏറ്റെടുത്തു. കെ എം ഷാജി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഞാൻ കെ എം ഷാജി എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ലീഗിന്റെ ഒരു ക്രൗഡ് പുള്ളർ എന്നൊക്കെ അറിയപ്പെടുന്ന നേതാവാണ് കെ എം ഷാജി. യൂത്ത് ലീഗിന്റെ നേതാവാണ്. ഒപ്പം തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയൊക്കെ അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നു. ലീഗിന്റെ ഒരു യുവ മുഖം കൂടിയാണ് കെ എം ഷാജി എന്ന് പറയുന്നത്. നിരവധി പദവികൾ അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. 98 മുതൽ 2004 വരെ യൂത്ത് ലീഗ് സംസ്ഥാന ട്രഷററായി, 2004 മുതൽ 7 വരെ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറിയെ, 7 മുതൽ 11 വരെ യൂത്ത് ലീഗ് പ്രസിഡന്റായിട്ടൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഇത്തവണ വേങ്ങരയിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചു കയറിയത്. ഒരു തവണ അഴീക്കോട് നിന്നൊക്കെ അദ്ദേഹം ജയിച്ചിട്ടുണ്ടായിരുന്നു. കരുത്തനായിട്ടുള്ള ലീഗിന്റെ നേതാവാണ് കെ എം ഷാജി എന്ന് പറയുന്ന വ്യക്തിത്വം. ഇത്തവണ പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ഷംസുദ്ദീൻ അവർക്ക് രണ്ടുപേർക്കും ശേഷം സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരം ഏറ്റെടുക്കുന്ന ലീഗിന്റെ പ്രതിനിധി കെ എം ഷാജി. ഏറനാടിന്റെ നായകൻ പി കെ ബഷീർ, ലീഗിന്റെ ജനകീയ മുഖം, ചാട്ടുള്ളി പോലുള്ള